സംസ്ഥാനത്ത് പുതിയ ആശങ്കയായി 2 ജില്ലകളിൽ വെസ്റ്റ് നൈൽ പനി സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്കാണ് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചത്. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലക്കാരാണ്. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ. വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയവേ മരിച്ച 2 പേരുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗമല്ല വെസ്റ്റ് നൈൽ ഫീവർ. രോഗം ബാധിച്ച മൃഗം, പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക. പ്രതിരോധ ശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയാവുന്നത്. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. ഇതിനു സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ. അതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചിലയിടത്ത് ചികിത്സ നൽകിയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച പുണെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലം വന്നത്. അണുബാധ രോഗബാധിതരിൽ 1% ആളുകളിൽ തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിൽ രോഗം മൂർച്ഛിക്കാനും സാധ്യതയുണ്ട്. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ വൈറസ് റിസർച്ച് ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവർ ആണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും രോഗം സ്ഥിരീകരിക്കുകയുമായിരുന്നു. രോഗപടർച്ചയും രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യതയും വിരളമാണ്. പക്ഷേ ഗുരുതരമാവുകയാണെങ്കിൽ മരണനിരക്ക് കൂടുതലാണെന്നതാണ് വെസ്റ്റ് നൈൽ ഫീവറിനെ അപകടകാരിയാക്കുന്നത്. എന്താണ് വെസ്റ്റ് നൈൽ? രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. പ്രകൃതിദത്തമായി തന്നെ പക്ഷികളിൽ കാണപ്പെടുന്ന വൈറസാണ് വെസ്റ്റ് നൈൽ. 1937 ഉഗാണ്ടയിലാണ് ഈ വൈറസിനെ ആദ്യമായി കണ്ടെത്തിയത്. ക്യുലക്സ് കൊതുക് രോഗം ബാധിച്ച പക്ഷിയെ കടിക്കുമ്പോൾ കൊതുക് രോഗബാധിതരാകുന്നു. ഇത്തരത്തിലുള്ള ചെളിവെള്ളത്തിൽ വളരുന്ന 14 തരം ക്യുലക്സ് കൊതുക് വഴിയാണ് ഇത് പകരുന്നത്. മനുഷ്യരെയും മൃഗങ്ങളെയും പക്ഷികളെയും ഒരുപോലെ കടിക്കുന്നത് കൊണ്ട് രോഗബാധയുണ്ടാകും. രാത്രികാലത്താണ് ഇവ കടിക്കുക. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് രോഗം പകരില്ല. പക്ഷേ രക്തദാനത്തിലൂടെയും അവയവ മാറ്റത്തിലൂടെയും മുലയൂട്ടുന്നതിലൂടെയും രോഗം പകരാം. പ്രതിരോധ ശേഷി കുറഞ്ഞവർക്കാണ് രോഗം കൂടുതൽ അപകടകരമാവുന്നത്. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച, പേശിവേദന, തടിപ്പ്, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. മസ്തിഷ്ക ജ്വരത്തിന്റെയും ലക്ഷണങ്ങൾ ഇതിന് സമാനമാണ്. അതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരത്തിന്റെ ചികിത്സയാണ് ആദ്യം നൽകിയതെന്നാണ് വിവരം. VRDL ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിനു ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടായത്. 75% പേരിലും പലപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. 1% ആളുകളിൽ മസ്തിഷ്ക വീക്കം, മെനിഞ്ചൈറ്റിസ് തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കും. രോഗപ്രതിരോധം കൊതുക് കടി ഏൽക്കാതിരിക്കുക എന്നത് തന്നെയാണ്. ഇതിനായി കൊതുകിന്റെ ഉറവിട നശീകരണം, മലിനജലം കെട്ടിനിൽക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, ഫോഗിംഗ്, സ്പ്രേയിങ് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക. ഓടകൾ, സെപ്റ്റിക് ടാങ്ക്, ബെൻഡ് പൈപ്പ് എന്നിവയുടെ ചോർച്ചകൾ ഇല്ലാതാക്കുക. കൊതുകുകളെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രതിരോധ മാർഗങ്ങൾ. ഇതിനായി പ്രത്യേക വാക്സിനുകളോ ആന്റിവൈറസ് ചികിത്സകളോ ഇല്ല. കൂടുതൽ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നതിന് മരുന്നുകൾ ഉപയോഗിക്കാം. പക്ഷേ സ്വയം ചികിത്സ നടത്തരുത്. കേരളത്തിൽ 2011 ആലപ്പുഴയിലാണ് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തത്. 2019 മാർച്ച് മാസത്തിൽ വെസ്റ്റ് നൈൽ വൈറസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 6 വയസ്സുകാരൻ മരിച്ചു. 60 വയസ്സിന് മുകളിലുള്ളവർക്ക് രോഗം ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.